ഹലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബാങ്കോക്കിലേക്ക് ഇറങ്ങിയായിരുന്നു. പട്ടായയിൽ നിന്ന് ഒരു 2 hours ഉള്ള റൈഡ് ഉണ്ടായിരുന്നു. ടാക്സി എടുത്താൽ പോയത്, ഗ്രാബ് വഴി ടാക്സി ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പം ബാങ്കോക്കിലെത്തി. ഉച്ചയായി, ഒരു 1:30 ടൈം ആയിട്ടുണ്ട് ഇവിടുത്തെ. ഇപ്പം നമ്മൾ ബാങ്കോക്കിലെ IB സിയാം എന്ന് പറഞ്ഞ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തേക്കുവാണ്. ഇതാണ് നമ്മളെടുത്ത റൂം. കുറച്ച് ചെറിയൊരു റൂമാണ്, വിചാരിച്ച പോലെയല്ല, കുറച്ച് ചെറിയ റൂമായിപ്പോയി. ബട്ട് സ്റ്റിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എത്തിയത് ഉച്ച ടൈം ആയതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. ഈ ഹോട്ടലിൻ്റെ അടിയിൽ തന്നെ ഒരു 7-Eleven ഉണ്ട്. അത് ഭയങ്കര ഒരു ഉപകാരമാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു റൈസിൻ്റെ ഒരു ഐറ്റവും പിന്നെ ലേസും വാങ്ങിക്കൊണ്ട് വന്ന് അത് കഴിച്ച് ആദ്യം തന്നെ. ഞങ്ങളിപ്പം വാട്ട് പക്നം കാണാൻ പോവുകയാണ്. വാട്ട് പക്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ടെമ്പിളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സമയം ഒരു 2:30 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ വാട്ട് പക്നം എത്തി. ആദ്യം കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായി എങ്ങനെ പോകണം എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ വാട്ട് പക്നത്തിലേക്കൊരു ഡയറക്റ്റ് മെട്രോ കണക്ടിവിറ്റിയോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് കുറേ നേരം ഇങ്ങനെ നോക്കി ഗൂഗിൾ ചെയ്തൊക്കെ നോക്കി അവസാനം ഞങ്ങൾ ടാക്സി വിളിച്ച് പോകാമെന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞ് ടെമ്പിളുണ്ട്. അത് ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നും. ലൈക്ക് എന്താ നല്ലൊരു വൈബാണ്. ഭയങ്കര ഒരു പീസ്ഫുൾ വൈബുള്ളൊരു ടെമ്പിളുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബുദ്ധ, വലിയൊരു ബുദ്ധയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പിന്നെ എൻ്റെ ഒരു ഇത് പറയുവാണെങ്കിൽ, ഇപ്പോൾ തായ്ലൻഡ് വന്നവർക്ക് സമയമില്ല, ഡേയ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ലൈക്ക് അത്ര ഒരു കണ്ടിരിക്കണം എന്നുള്ളൊരു വൈബ് തോന്നുന്നൊരു സ്ഥലമൊന്നുമല്ല. ബട്ട് സ്റ്റിൽ എന്താണ്, നിങ്ങൾക്ക് ടൈമുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ സമയമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു പീസ്ഫുൾ എൻവയോൺമെൻറ്റാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് വാട്ട് പക്നം കഴിഞ്ഞിട്ട് പിന്നെ വാട്ട് അരുൺ, പിന്നെ വാട്ട് ഫോ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഈ വാട്ട് എന്ന് പറയണത് നമ്മുടെ തായ് ലാംഗ്വേജിൽ ടെമ്പിൾ എന്ന് പറയണതാണ് ഈ വാട്ട് എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് സമയപരിമിതി കാരണം ഞങ്ങൾ വാട്ട് ഫോ പോകണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് വാട്ട് അരുണിലേക്കാണ് ഹെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ടെമ്പിൾ കൂടാണ്ട് ബുദ്ധയുടെ ഒരു ബിഗ് സ്റ്റാച്ചു ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കൂടാണ്ട് ഇവിടെ ഒരു മ്യൂസിയം പോലെയുണ്ട്. ആ മ്യൂസിയത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബുദ്ധയുടെ സ്റ്റാച്ചു ആയാലും കുറച്ച് എന്താണ്, അത്ര കാണാനൊന്നും വലിയ ഭംഗിയില്ല. അതിൻ്റെ അടിയിലൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വാട്ട് അരുൺ എന്ന് പറഞ്ഞ ടെമ്പിളിലേക്കാണ്. ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഭംഗിയാണ് കാണാൻ. എസ്പെഷ്യലി നമ്മൾ ഒരു സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ഗോൾഡൻ കളറിൽ ഇത് ഗ്ലോ ചെയ്യും. പിന്നെ ഒരുവിധം നല്ല തിരക്കാണ് ഇവിടെ. നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട്. ഞങ്ങളത് നേരത്തെ ടിക്കറ്റ് ക്ലൂക്ക് ആപ്പ് വഴി എടുത്തിട്ടുണ്ടായി. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വേഗം കയറാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ എടുത്ത ടിക്കറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ടാക്സി വിളിക്കണ്ടെന്ന് വെച്ചു. ടാക്സി വിളിച്ച് വെറുതെ പൈസ കളയണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറേ തപ്പി നോക്കിയിട്ട് ലാസ്റ്റ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എന്ന് പറഞ്ഞ ഒരു ബോട്ടുണ്ട്. ഒരു 40 ബാത്തൊക്കെ വരുള്ളൂ ഒരാൾക്ക്. അതിൽ കയറി ഞങ്ങൾ പോയിട്ട് നമ്മൾ ഒരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി
പിന്നെ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോയത്. പോക്കുവരവ് കുറച്ചൊരു കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ അത് ChatGPTയും ഗൂഗിളൊക്കെ യൂസ് ചെയ്ത് പോവുക. ടാക്സി എടുക്കാൻ പോയാൽ നല്ല ചാർജ് അതിനാവും. ഹോട്ടലെത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ വീണ്ടും കറങ്ങാൻ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ചൈന ടൗണിലേക്കാണ് പോണത്. അതിൽ ഞങ്ങൾക്കൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗ്രാബ് ആപ്പിൽ കാറ് ബുക്ക് ചെയ്തു, ടാക്സി ബുക്ക് ചെയ്തു. ലൊക്കേഷൻ ചൈന ടൗൺ കൊടുത്തു. പക്ഷെ കൊടുത്ത ലൊക്കേഷൻ ചൈന ടൗണിൻ്റെ ഏതോ ഒരു ഇരുണ്ട ഒരു നല്ല പേടിയാവണ ഒരു സ്ഥലത്തായിരുന്നു. അവസാനം ഞങ്ങൾക്ക് കിട്ടിയ ഡ്രൈവർ നല്ലൊരു ജെന്റിൽമാനായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഏതാ സ്ഥലം പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളൊരു കോലത്തിൽ ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്ത് പുള്ളിക്ക് ഇതിൻ്റെ പടമൊക്കെ കാണിച്ചു കൊടുത്തു. പുള്ളിക്ക് സ്ഥലം മനസ്സിലായി. പിന്നെ പുള്ളിയായിട്ട് നമ്മളെ അവിടെ കൊണ്ടാക്കി. എന്നിട്ട് നമ്മളത് കാരണം പുള്ളിക്ക് കുറച്ച് എക്സ്ട്രാ നല്ല കാര്യം ചെയ്തല്ലോ. കുറച്ച് എക്സ്ട്രാ ക്യാഷ് കൊടുത്തു. പുള്ളി ഹാപ്പിയായി. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭാഗ്യത്തിന് ആളൊരു നല്ല ആളായതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ചൈന ടൗണിൽ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായി. നല്ല രസമായിരുന്നു. പക്ഷെ നല്ലൊരു മഴ പെയ്തു. പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് നിൽക്കാൻ നിന്നില്ല. ഞങ്ങൾ നേരെ ഖവോസാൻ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അതും ചൈന ടൗൺ പോലത്തെ ഒരു സംഭവം തന്നെ. നിറയെ കടകളും സ്ട്രീറ്റ് ഫുഡൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ്. പിന്നെ ഇവിടെ കുറച്ച് നൈറ്റ് ക്ലബ്സ് അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഉണ്ട്. അതായത് പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ് പോലത്തെ ചെറിയൊരു സെറ്റപ്പാണ് ഇവിടെ. തായ്ലൻഡിലെ ബാങ്കോക്കിലെ സെറ്റപ്പാണ് ഈ ഖവോസാൻ റോഡ്. അപ്പോൾ ഖവോസാൻ റോഡിൽ ഞങ്ങളിങ്ങനെ വെറുതെ നടന്ന് ഫോട്ടോകളൊക്കെ എടുത്തു. പിന്നെ റോട്ടി എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റ് ഫുഡ് അത് കഴിച്ചു. അത് നല്ലതായിരുന്നു, ചോക്ലേറ്റൊക്കെ ഇട്ടിട്ടുള്ള. പിന്നെ കുറച്ച് മോമോസൊക്കെ കഴിച്ചു. അങ്ങനെ ചുമ്മാ നടന്ന് വഴിയിൽ കാണുന്ന സാധനങ്ങളൊക്കെ കഴിക്കലും അങ്ങനത്തെയൊക്കെ ഒരു ഇതായിരുന്നു. നൈറ്റ് ലേറ്റായിട്ട് വരെ ഇവിടെ ഭയങ്കര ഒരു ഈവനിങ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നൈറ്റ് വരെ ഇവിടെ ഭയങ്കര വൈബാണ്, നിറയെ ആൾക്കാരൊക്കെ ആയിട്ട്. പിന്നെ പാർട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു വൈബുള്ള സ്ഥലം. അപ്പോൾ നിങ്ങൾ ചൈന ടൗണും ഖവോസാൻ റോഡൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടാക്സി എടുത്ത് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. അവിടത്തേക്ക് ഡയറക്റ്റ് മെട്രോ സ്റ്റേഷനോ അങ്ങനെ കണക്ടിവിറ്റി ഒന്നും. പിന്നെ ബസ്സുകളൊക്കെ വളരെ കുറവാണ്. എസ്പെഷ്യലി നൈറ്റ് ടൈമിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ടാക്സി തന്നെയാണ് നമുക്കുള്ളൊരു ഓപ്ഷനുള്ളത്. പിന്നെ കഴിവതും ടുക്ടുക്ക് എടുക്കാണ്ടിരിക്കുക. ടുക്ടുക്കുകാർ നമ്മളെ വട്ടം കൂടും. നല്ല റേറ്റാണ് പറയുക. അതിൻ്റെ പകുതി റേറ്റിന് നമുക്ക് ടാക്സിക്ക് പോയി വരാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ തായ്ലൻഡ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യുക. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളതാണ് എല്ലാവർക്കും. ആകെ മെയിനായിട്ട് പറയുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, അവിടുത്തെ ഒന്നും സ്ട്രീറ്റ് ഫുഡ് കഴിക്കരുത് എന്ന് പറയണേക്കാം. എന്ന് വെച്ചാൽ അവർ അവിടുത്തെ ആ ഒരു വെള്ളത്തിൽ നിന്ന് തന്നെയാണ് എടുത്തെല്ലാം ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ഒരുവിധം സ്ട്രീറ്റ് ഫുഡ്സൊക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് 7-Eleven ഉണ്ട് എല്ലായിടത്തും. അപ്പോൾ അവിടെ നിന്നായാലും കഴിക്കാം. അവിടെ വെറൈറ്റി സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ തായ്ലൻഡ് എന്ന് പറയുന്നത് ഫുഡ് ഇഷ്ടമുള്ളവർക്ക് കൂടി ഒരു നല്ല, എസ്പെഷ്യലി സീ ഫുഡ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണ് തായ്ലൻഡ്. പിന്നെ കഴിവതും ഇതുപോലത്തെ സ്ട്രീറ്റുകൾ ചൈന ടൗൺ, ഖവോസാൻ റോഡ്, പിന്നെ പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ് ആയാലും ഇതൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ബിക്കോസ് അത് നല്ലൊരു വൈബാണ്. അവരുടെ ലോക്കൽ ഫുഡുകളും ആളുകളും എല്ലാം കാണാൻ നമുക്കൊരു നല്ലൊരു അവസരമാണ് കിട്ടുന്നത്. അതുകൊണ്ട് കഴിവതും അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക.
പഞ്ചസാര പാനി അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഞങ്ങളുടെ ഡേ 2 ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ തായ്ലൻഡ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഡേ 3 വീഡിയോസ് ഞങ്ങൾ വീണ്ടും വേറൊരു ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ബായ്.